ജയിലിലുള്ളവർക്ക് 8ന്റെ പണി. ഇപ്രാവശ്യം ജയിലിലെല്ലാം കഴിയുന്നവർക്ക് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് തേങ്ങയെല്ലാം ചിരകാനായിട്ടാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ ടാസ്ക് എല്ലാം തേങ്ങയാണെന്ന് പറഞ്ഞ് സായി പറയുന്നു, ഒരു 50 തേങ്ങ ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ 100. എന്നെ സംബന്ധിച്ച് തേങ്ങയെല്ലാം ചിരവുന്നത് നിസ്സാരമാണെന്നല്ല അങ്ങനെ സായി പറയുമ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അത്രയൊക്കെ? ഒരു 20 തേങ്ങയൊക്കെ പോലെ അത് തന്നെ നല്ല പാടാകും. അപ്പോൾ സായി പറയുന്ന 20 തേങ്ങയെല്ലാം ഞാൻ ടപ്പടപ്പയെന്ന് പറഞ്ഞു തീർക്കും. പിന്നീട് ബിഗ് ബോസ് തേങ്ങയെല്ലാം പൊട്ടിച്ച് ഓരോ മുറികളായിട്ടാണ് കൊടുത്തു വിടുന്നത്. അത് കണ്ട ഋഷി സായിയുടെ എക്സ്പെക്ടേഷൻ എല്ലാം പൊളിഞ്ഞു. 7 തേങ്ങ മാത്രമാണ് ഉള്ളത്, അതുപോലെ തന്നെ തേങ്ങയെല്ലാം പൊട്ടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അയ്യോ ബിഗ് ബോസ് ഇത് ചതിയായി പോയി. 50 തേങ്ങയെല്ലാം അവിടെ നിൽക്കട്ടെ, തേങ്ങ പൊട്ടിക്കാതെ കൊണ്ടുവരാമായിരുന്നു. ഞാൻ തേങ്ങ വെള്ളമെല്ലാം കുടിക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി തേങ്ങയെല്ലാം ചെറിയത് തിന്നിട്ട് എൻജോയ് ചെയ്യാമെന്നെല്ലാം പറയുന്ന സായി എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. പിന്നീട് തേങ്ങയെല്ലാം എടുത്തുകൊണ്ട് ജാസ്മിനും ഗബ്രിയും വരുന്നു. ചേട്ടാ, ഇത് നമുക്ക് കിച്ചണിലെല്ലാം യൂസ് ആക്കാനുള്ളതാണ്, അതുകൊണ്ട് നല്ല വൃത്തിക്കെല്ലാം ചിരകണമെന്ന് ഇങ്ങനെ ജാസ്മിനോട് പറയുന്നു. ഒടുവിൽ തേങ്ങയെല്ലാം സായി കറക്കി ചിരകാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ ആ കറക്കുന്ന സാധനത്തിന്റെ നേക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് അർജുനെല്ലാം പറയുന്നു, കുറച്ച് പതിയെല്ലാം കറക്ക്, അപ്പോൾ തേങ്ങയെല്ലാം മര്യാദയ്ക്ക് ചിരകാൻ പറ്റും. എന്നാൽ സായി ചിരകുന്ന തേങ്ങ മൊത്തം സായിയുടെ കാലിന്മേലാണ് കിടക്കുന്നത്. അത് കണ്ട് ഋഷിയും അർജുനും ചിരിയോട് ചിരി. സായിയുടെ കാൽച്ചുവട്ടിൽ കടന്ന് തേങ്ങയെല്ലാം മരിച്ച കറി കൂട്ടി. നമുക്ക് നാളെ ഫുഡ് അടിക്കാം. അപ്പോൾ അൻസിബ സായിയുടെ കാലിന്മേലെല്ലാം ടിഷ്യൂ പേപ്പർ വെക്കുന്നു. എന്തായാലും എളുപ്പമാണെന്നെല്ലാം പറഞ്ഞ് ഷോട്ട് സായി തേങ്ങയെല്ലാം ചിരകി മടുക്കുന്നതാണ് ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ കണ്ടത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.